പ്രവീൺ, പ്രണവ് കൊച്ചു, മൃദുല, അവരുടെ ഫാമിലി. അപ്പൊ ഈ ഫാമിലിയിലുള്ള ഇഷ്യൂ ഒക്കെ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാനൊരു ഫാമിലി അല്ലേ എങ്ങനെയെങ്കിലും സഹകരിച്ചു പോട്ടെ എന്ന രീതിക്കാണ് ഞാൻ മയമായിട്ട് സംസാരിച്ചത്. പക്ഷെ ഇത് ഇവന്മാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ വറ്റിങ്ങനെ കുത്തിയിട്ടുള്ള ആ ഒരു കുത്തലിന്റെ കേടാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി ആവുമ്പോ അടി ഇടിയൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത് സോഷ്യൽ മീഡിയയിലിട്ട് വിൽപ്പന ചെറുക്കാക്കുന്ന ഇവനെ പോലത്തെ കുറെ ഊളകളുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തിലേക്ക് ഇവരും ഇവരുടെ ഫാമിലിയെയും കൂടെ ചേർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞ ഈ ഇഷ്യൂ പ്രവീൺ ഇട്ടുകൊടുത്തത് കൊണ്ടാണ് കൊച്ചു വന്നിരുന്ന് സംസാരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്രസ് ഇല്ലാത്ത കാര്യം ഇവര് വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോ പ്രവീണിനെ അങ്ങ് കൊണ്ടു. ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു, നേരത്തെ വഴക്കുണ്ടായപ്പോ റെക്കോർഡ് ചെയ്ത് വെച്ച് ആ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിൽ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ വന്ന് പറയുന്നു ഭാര്യക്കെതിരെ സൈബർ അറ്റാക്ക് വന്നതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന്. അപ്പൊ ഇവൻ ഈ സ്വന്തം കുടുംബത്തിനെ പറ്റി ആലോചിച്ചില്ലേ? അവന്റെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന മാനക്കേട്, അവന്റെ അച്ഛനുണ്ടാവുന്ന മാനക്കേട്, അവന്റെ അനിയനുണ്ടാവുന്ന മാനക്കേട്, ഇതൊന്നും ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ മണഗുണാഞ്ചൻ ആലോചിച്ചില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഭാര്യക്കെതിരെ സൈബർ അറ്റാക്ക് വന്നപ്പോ അവന് വിഷമമായി പോലും. അപ്പൊ സ്വന്തം അനിയനെയും അച്ഛനും അമ്മയെയും ആൾക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഇവന് ഒരു വിഷമവും തോന്നിയില്ല. ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ പ്രവീൺ എന്ന് പറയുന്ന ആ പരമ ആ ഡാഷ് മോൻ ചെയ്തിരിക്കുന്നത്? സ്വന്തം കുടുംബത്തില് അച്ഛനും അമ്മയും അനിയനായിട്ട് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങള് വീഡിയോ ആക്കി സൂക്ഷിച്ച അവൻ എന്തൊരു ബുദ്ധിയുള്ളവനാണെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അപ്പൊ എന്താണ് ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ ഡാഷിന്റെ കയ്യിലിരിപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വീഡിയോ പബ്ലിഷ് ആയതോടുകൂടി കൊച്ചു ചെയ്ത വീഡിയോകളിൽ കുറെയൊക്കെ ഡിലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജനങ്ങൾ നേരെ തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ ഡാഷ് ആ വീഡിയോയും ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഈ തന്തയുടെയും തള്ളയുടെയും ഈ രണ്ട് ആമക്കളും കണക്കാണ്. ഇവിടെ തന്തയും തള്ളയും വന്നു കയറിയ പെണ്ണും ഒന്നും അല്ല പ്രശ്നം, ഇവന്മാർക്ക് എല്ലിന്റെ ഇടയിൽ വറ്റുകുത്തിയിട്ടാണ്. എന്നിട്ട് ഇപ്പോഴാണ് അവന് തോന്നിയത് ഇത് സ്വന്തം കുടുംബമാണെന്ന്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ അവന് തോന്നിയില്ല സ്വന്തം കുടുംബത്തിനെതിരെയാണ് താൻ ചെയ്യുന്നതെന്ന്. ഒന്നാം തരം ഊടായ്പ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഊടായ്പ ഫാമിലിയാണ്. ഇപ്പൊ ആർക്കും പ്രശ്നമില്ല, പ്രവീണിനും പ്രശ്നമില്ല, പ്രണവിനും പ്രശ്നമില്ല. കണ്ടു നിന്ന സോഷ്യൽ മീഡിയയിലെ ജനങ്ങളാണ് വിഡ്ഢികളായത്. ഇവരൊരു പ്രശ്നം സോഷ്യൽ മീഡിയ കൂടി ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുമ്പോൾ ഇവരെന്താ വിചാരിച്ചേ? ജനങ്ങൾ നല്ലത് പറയുന്നു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ ആൾക്കാർ രണ്ടു പക്ഷം പറയും. അതറിയാത്തുള്ള കുട്ടികളാണോ ഈ പ്രവീണും പ്രണവും? വല്ലാത്ത ജാതി. ഭാര്യക്കെതിരെ സൈബർ അറ്റാക്ക് വന്നതുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും. കഷ്ടം. ഇവരൊക്കെ ഒരു ജാതി വൃത്തികെട്ടവന്മാരാണെന്നേ. തനി ജാടത്തെണ്ടികൾ. സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ലോഗ് ചെയ്യണ കുറെ ജാടത്തെണ്ടികളുണ്ട്. അവരിലൊരു ഫൂഡായ്പ് ഫാമിലി ജാടത്തെണ്ടികളാണ് ഈ പ്രണവും പ്രവീണും. ഉളുപ്പില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആണുങ്ങളാണെന്നും പറഞ്ഞ് രണ്ട് കോന്തന്മാരും കൂടി മീശയും വെച്ച് നടക്കുന്നുണ്ടല്ലോ, വടിച്ചു കളഞ്ഞൂടെ നിങ്ങൾക്കൊക്കെ? വീട്ടിനുള്ളിൽ നടക്കണത് വീട്ടിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കണ ഡാഷുകളെ ഇത് ജനങ്ങൾക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാതെ സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങൾ ഈ ഇട്ടു തരുന്ന സാധനത്തിനെ പല രീതിയിലും വ്യാഖ്യാനിക്കും. ഇതൊന്നും അറിയാനിട്ടൊന്നുമല്ലല്ലോ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലാസ്റ്റ് ഇപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ല, കണ്ടു നിന്ന ജനങ്ങളായി വിഡ്ഢികള്. അല്ല, ഇതുപോലെയൊക്കെ നാറാനും വേണം ഒരു യോഗേ. ആൾക്കാർ കളിയാക്കി മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും നിങ്ങളുടെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അമ്മാതിരി തറ പൊറോട്ട് നാടകമാണ് നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്നത്. എന്തിന് അന്തസ്സുള്ള ഫാമിലി. ഇതിനു മുമ്പ് ഊടായ്പ ഫാമിലി എന്ന് പറഞ്ഞ ഒരു പട്ടം കെട്ടിക്കൊടുത്ത ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിന്ന് ആ പട്ടം മാറ്റിയിട്ട് ഇപ്പൊ നിങ്ങൾക്കത് ചാർജ് തരേണ്ട ഗതികേടിലാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നത്. നാണവും മാനവും ഉണ്ടോടെ നിനക്കൊക്കെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിന്റെയൊക്കെ തന്തേനെയും തള്ളേനെയും തന്നെയാണ് പറയേണ്ടത്. നീയൊക്കെ പറയുമ്പോ അതിനൊത്ത് താളം തുള്ളുന്ന അവരെ ചൂരൽ വെട്ടിയടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നീയും നിന്റെ ഫാമിലിയും വളരെ മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടു. അതിനാരാ കാരണം? നീ തന്നെയല്ലേ. ഇപ്പൊ കുറ്റം മൊത്തം വീഡിയോ ചെയ്തവർക്കും കമന്റ് ഇട്ടവർക്കുമായി. നിങ്ങൾ നല്ല പെർഫെക്റ്റ് ഫാമിലി. ഈ പ്രണവ് എന്ന് പറയുന്ന ഈ കൊച്ചു എന്ന ആ മാന്യൻ തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കാണിക്കാനായിട്ട് ആരെയാ കൂട്ടുപിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ഊടായ്പ ഫാമിലി നമ്പർ 1 എന്ന് പേര് കേട്ടിട്ടുള്ള സുജിനെ. സത്യം പറഞ്ഞ ഈ ഊടായ്പ ഫാമിലിയിലെ ആ ഒരു വ്യക്തിയെ ജനങ്ങൾക്ക് സഹിച്ച് മേലാണ്ടായി അവനെ കൊണ്ട് പോർത്തിമുട്ടിയിരിക്കുമ്പോഴാണ് അവനെ വെച്ചിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും കിട്ടിയില്ല ഈ കൊച്ചു എന്ന് പറയുന്നവനെ. റീച്ച് കൂട്ടാൻ വേണ്ടി ഭാര്യയ്ക്ക് അവിഹിതമാണെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് പറഞ്ഞു പരുത്തിയ ആളാണ് ഈ
പരമ വ്യക്തി. അവനെയാണ് ന്യായീകരിക്കാൻ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. കൊച്ചുവിന് പറയാനുള്ളതൊന്നും നിങ്ങൾ കേട്ടില്ല എന്ന് ഞങ്ങൾ എന്തിനാ കേൾക്കുന്നത്? ഇവന്റെയൊക്കെ വീട്ടിൽ നടക്കുന്ന ഇവരൊക്കെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങളാണല്ലോ ഉത്തരവാദികള്. ഇങ്ങനെ കുറെ ഫാമിലി വ്ളോഗായിട്ട് കുറെ മലരന്മാർ ഇറങ്ങിയിട്ടുണ്ട് ജനങ്ങളെ അങ്ങോട്ട് ഊക്കാനായിട്ട്. ഒരിടത്ത് ഭാര്യയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നു. വേറൊരു ഭാഗത്ത് മൂത്രം ഒഴിക്കുന്നത് കാണിച്ച് സ്പോട്ടിൽ ഗർഭമുണ്ടാക്കുന്ന ടീം. ഇപ്പൊ 9 മാസം ഗർഭിണിയായ ഭാര്യയെ സ്വന്തം അച്ഛനും അനിയനും കൂടി വയറ്റത്ത് ചവിട്ടി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വീഡിയോയുമായിട്ട് വന്നിരിക്കുന്ന അടുത്ത ഊടായ്പ് ഫാമിലി. സത്യം പറഞ്ഞ ഈ മലരന്മാരെ കൊണ്ട് ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. സത്യം പറഞ്ഞ ഇവർക്കൊന്നും ഒരു നല്ല കാര്യവും പറയാനില്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ അവിഹിതം, അല്ലെങ്കിൽ ഗർഭം ഉണ്ടായത്, കുടുംബത്തിനകത്ത് നടക്കുന്ന കൂട്ടത്തല്ല്, ഇതൊക്കെയാണ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. നാണമില്ലേ മലരന്മാരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.